SBI മറച്ചുവച്ച കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2019 മുദ്രവച്ച കവറിൽ സുപ്രീം കോടതിയിൽ നൽകിയ വിവരങ്ങളാണ് പ്രസിദ്ധീകരിച്ചത്. 4000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സിബി ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. സിബി, ഈ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പൂർണ്ണമായും പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടും ചില കാര്യങ്ങൾ മറച്ചുവെക്കുകയായിരുന്നു SBI. പ്രത്യേകിച്ചും ഈ ബോണ്ട് ആരംഭിച്ച 2018 മാർച്ച് 1 മുതൽ 2019 ഏപ്രിൽ വരെയുള്ള ആദ്യ വർഷത്തെ വിവരങ്ങൾ, ഏകദേശം 4002 കോടിയിലധികം രൂപയുടെ ബോണ്ടുകളാണ് ആ സമയത്ത് വിറ്റുപോയത്. അത് മറച്ചു വച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ മറ്റു മാർഗങ്ങളില്ലാതെ അതുകൂടി പുറത്തു വന്നിരിക്കുകയാണ്. മനു, തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നത്. അതായത് ഈ മറച്ചുവെച്ച എല്ലാ ബോണ്ടുകളുടെയും വിവരങ്ങൾ പുറത്തുവിടണമെന്നും, മാത്രമല്ല നേരത്തെ സുപ്രീം കോടതിയിൽ മുദ്രവച്ച കവറിൽ നൽകിയ വിവരങ്ങൾ SBI അത് ഉൾപ്പെടെ പുറത്തുവിടാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് 2018 മുതൽ 2019 ഏപ്രിൽ 12 വരെയുള്ള വിവരങ്ങളാണ് മറച്ചുവെച്ച് ബാക്കിയുള്ളവയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് പ്രസിദ്ധീകരിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് SBI കൈമാറിയതും ഈ രേഖകൾ മാത്രമായിരുന്നു. പിന്നീടാണ് ഹർജിക്കാർ വീണ്ടും ചൂണ്ടിക്കാട്ടുകയും ഈ പ്രസിദ്ധീകരിച്ചവ അപൂർണമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുകയും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് എല്ലാ വിവരങ്ങളും കൃത്യമായി നമ്പർ അടക്കം പുറത്തുവിടണമെന്നൊരു ആവശ്യം ഉന്നയിച്ചത്. ഇതേ തുടർന്ന് ഇപ്പോൾ 2019 ഏപ്രിൽ 12 മുൻപുള്ള മുദ്രവച്ച കവറിൽ സുപ്രീം കോടതിയിൽ നൽകിയ ആ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും ഏകദേശം 4002 കോടി രൂപയിലെങ്കിലും ഒരു ഇലക്ട്രൽ ബോണ്ടുകൾ ഇതിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ മുദ്രവച്ച കവറിന്റെ കോപ്പിയും അതോടൊപ്പം തന്നെ ഇതിൽ ഒരു പെൻഡ്രൈവിൽ ഒരു ഡിജിറ്റൽ പകർപ്പ് കൈമാറിയിരുന്നു. ഈ ഡിജിറ്റൽ പകർപ്പ് എന്നുള്ള ഡേറ്റയുമാണ് ഇപ്പോൾ നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് വഴി അല്പസമയം മുമ്പ് പുറത്ത് വിട്ടിരിക്കുന്നത്. എന്തായാലും ഇനി ബോണ്ടുകളുടെ തീയതിയും അതിന്റെ മൂല്യവും എണ്ണവും എല്ലാം തന്നെ കൃത്യമായി ഇനി വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അങ്ങനെ കൃത്യമായി ആ ബോണ്ടുകളുടെ തീയതിയും ആ മൂല്യവും എണ്ണവും കൂടാതെ ഇവരുടെ ഈ ബോണ്ടുകളുടെ നമ്പർ അടക്കം എല്ലാം തന്നെ കൃത്യമായി ലഭിച്ചാൽ മാത്രമേ ഒരു ബോണ്ട് ഏത് പാർട്ടിക്ക് ആ ബോണ്ട് വഴി ആ ഫണ്ട് ലഭിച്ചു എന്ന് കൃത്യമായി വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ.